വർഗീയ ചുവയുള്ള ഫ്ലെക്സ് ബോർഡുമായി ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ വീണ്ടും വിവാദത്തിൽ. ഗുരുവായൂരിലെ മുൻ MLA-മാരുടെ പേരുകൾ പറഞ്ഞാണ് പുതിയ ബോർഡ്. ചാവക്കാട് മേഖലയിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫ്ലെക്സ് ബോർഡ് ന്യായീകരിച്ച് ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നു. എഴുതി വെച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമെന്നും മണ്ഡലത്തിലെ ചിലരുടെ കുത്തകകൾ തകർക്കുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 24 ഗ്രൗണ്ട് സീറോയിലായിരുന്നു ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. മുസ്ലിം സമുദായത്തിലെ ആളുകൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. ഇതിലൂടെ സ്പർദ്ധ. ഈ മണ്ഡലത്തിലെ 50 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം, ആ ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ സ്പർദ്ധയൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും പിന്നെ കേസൊന്നും കാട്ടി എന്നെ പേടിപ്പിക്കണ്ട. ബി ഗോപാലകൃഷ്ണനെതിരെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു രംഗത്തെത്തി. ഗുരുവായൂരിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് അറിയിക്കാനാണ് ഗോപാലകൃഷ്ണന്റെ ശ്രമം. കഴിഞ്ഞ തവണ BJPക്ക് ഗുരുവായൂർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഗുരുവായൂരിൽ വിലപ്പോകില്ലെന്നും PK ബിജു പറഞ്ഞു. ഗുരുവായൂരിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച മതനിരപേക്ഷ ഇടങ്ങളിൽ ഒന്നാണ്. BJPക്ക് ഗുരുവായൂർ സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നില്ല, നമുക്കെല്ലാം അറിയാം. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രസൻസ് ഗുരുവായൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില വളഞ്ഞ വഴികൾ ശ്രീ ഗോപാലകൃഷ്ണൻ സ്വീകരിക്കുന്നേ ഉള്ളൂ. ഇത് കേരളത്തിൽ ചെലവാകാത്ത ഒരു കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.